നമസ്കാരം. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മോദി കേൾക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. UPS സർക്കാർ അധികാരത്തിലെത്തിയാൽ ഫിഷറീസ് മന്ത്രാലയം ആരംഭിക്കുമെന്നും GST പുനഃക്രമീകരിക്കുമെന്നും രാഹുൽ. CPM പ്രവർത്തകൻ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം. മൈനൂർക്കാവ് മൂത്തേടത്ത് പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്ക് ജീവപര്യന്തം, കഠിന തടവ്. കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ BJPയിൽ ചേർന്നു. പുൽവാമയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചെന്ന ടോം വടക്കൻ കോൺഗ്രസ് ക്യാമ്പിൽ ഞെട്ടൽ. ജില്ല റെക്കോർഡ് ചൂടിലേക്ക്. തീരദേശ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി കൊടും ചൂട്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദി കേൾക്കുന്നില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. UPS സർക്കാർ അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയം ആരംഭിക്കുമെന്നും രാഹുൽ. തൃപ്രയാറിൽ നടന്ന ദേശീയ ഫിഷർമെൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കുത്തക മുതലാളിമാരുടെ 3.5 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയ മോദി എന്തുകൊണ്ട് കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നില്ലെന്ന് രാഹുൽ ചോദിച്ചു. താൻ പ്രധാനമന്ത്രിയെപ്പോലെ കപട വാഗ്ദാനങ്ങൾ നൽകാറില്ല. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് താൻ പറയുകയെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. So my commitment to you is that the moment we win in 2019, all the fishermen of this country will get their own dedicated ministry in Delhi. And I'm not like Narendra Modi. I don't make fake promises. You please look at my speeches. When I say something, I only say it because I have decided to do it. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കും. കൂടാതെ എല്ലാ പൗരന്മാർക്കും സാർവത്രികമായ അടിസ്ഥാന വേതനം ഉറപ്പാക്കും. അടിസ്ഥാന വരുമാനരേഖ നടപ്പിലാക്കും. രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ GSTയിൽ മാറ്റം വരുത്തും. പല സ്ലാബുകൾ ഒറ്റ ടാക്സാക്കി നിസാരമായ GST ആക്കി മാറ്റുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാവിലെ 9:30 തൃശൂർ രാമനിലയത്തിൽ നിന്ന് കനത്ത സുരക്ഷയോടെയാണ് രാഹുൽ ഗാന്ധി തൃപ്രയാറിലെത്തിയത്. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചുകൊണ്ടാണ് ഫിഷർ പാർലമെന്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ഫിഷറീസ് മാനിഫെസ്റ്റോയുടെ പ്രകാശനവും ഏക വനിതാ മത്സ്യത്തൊഴിലാളിയായ രേഖയെ ആദരിക്കലും രാഹുൽ ഗാന്ധി നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ തൊപ്പിയണിയിച്ചാണ് DCC പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റുമായ TN പ്രതാപൻ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ, നേതാക്കളായ VM സുധീരൻ, PC ചാക്കോ, KV തോമസ്, MLAമാരായ VD സതീശൻ, അനിൽ അക്കര തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃപ്രയാറിലെത്തിയ രാഹുൽ ഗാന്ധിയെ ഏറെ ആവേശത്തോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പ്രതിനിധി രാഹുൽ മടങ്ങും വഴി ചെമ്മീൻ സമ്മാനിച്ചു. തുടർന്ന് ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് മടങ്ങി. TC വിനോസ്, തൃപ്രയാർ. CPM പ്രവർത്തകൻ തിരുനെല്ലൂർ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലെ 7 പ്രതികൾക്ക് ജീവപര്യന്തം, കഠിന തടവ്. പ്രതികളെല്ലാം RSS പ്രവർത്തകരാണ്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കേസിലെ 1 മുതൽ 7 വരെയുള്ള പ്രതികളെയാണ് തൃശൂർ 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. എളവള്ളി സ്വദേശികളായ പട്ടാളി വീട്ടിൽ നവീൻ, കളപ്പുരയ്ക്കൽ വിജയശങ്കർ, ചുക്കുബസാർ സ്വദേശികളായ കോന്തച്ചൻ വീട്ടിൽ രാഹുൽ, മുക്കോല വീട്ടിൽ വൈശാഖ്, ആയിരങ്കണ്ണി സ്വദേശി പ്രമോദ്, തിരുനെല്ലൂർ തെക്കേപ്പാട്ട് സുബീൻ എന്ന കണ്ണൻ, പാവറട്ടി കോന്തച്ചൻ വീട്ടിൽ ബിജു എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത്. ജീവപര്യന്തത്തിന് പുറമെ 10,000 രൂപ വീതം പിഴയടയ്ക്കാനും മറ്റു വകുപ്പുകൾ പ്രകാരം 4 വർഷം തടവും 5,000 രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കോടതി കണ്ടെത്തി. ഷിഹാബുദ്ദീൻ കേസിൽ പ്രോസിക്യൂഷൻ 65 സാക്ഷികളെ വിസ്തരിച്ചു. 155ഓളം രേഖകൾ ഹാജരാക്കി. 45 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. ഷിഹാബുദ്ദീന് 49 വെട്ടാണ് ഏറ്റിട്ടുള്ളത്. ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടിയതിൽ പ്രോസിക്യൂഷൻ വളരെ സന്തോഷമുണ്ട്. 2015 മാർച്ച് 1-നാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി 7:30-യോടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി സുഹൃത്തായ ബൈജുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോഴാണ് കാറ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ സംഘം ഷിഹാബുദ്ദീനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ കേസിലെ മറ്റു 4 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു കോടതിയിൽ ഹാജരായി. ഷിഹാബുദ്ദീന്റെ സഹോദരൻ മുജീബ് റഹ്മാനും 2006-ൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. TCV തൃശൂർ. മായന്നൂർ പ്രഭാകരൻ വധക്കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം, കഠിന തടവ്.
ഒറ്റപ്പാലം സ്വദേശികളായ പ്ലാക്കിൽ വീട്ടിൽ കൃഷ്ണദാസ്, കൊട്ടിലംകുറിച്ചി വീട്ടിൽ സത്യൻ എന്നിവരെയാണ് തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2005 മാർച്ച് 26-നാണ് കേസിനാസ്പദമായ സംഭവം. മായന്നൂർക്കാവ് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് മായന്നൂർ സ്വദേശി മൂത്തയടത്ത് പ്രഭാകരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 1 വർഷവും 1 മാസം തടവിനും കോടതി ശിക്ഷിച്ചു. 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കേണ്ടി വരും. 1-2 പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് കണ്ട് 302-ാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടെ കഠിന തടവിനും 341 വകുപ്പ് പ്രകാരം 1 മാസം വെറും തടവിനും 506(2) മറ്റുള്ളവരിൽ മരണഭയം ഉണ്ടാക്കിയെന്നുള്ള കാരണം കൊണ്ട് 1 വർഷം വെറും തടവിനാണ് ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. കേസിൻ്റെ വിചാരണ പൂർത്തിയായെങ്കിലും ചില ഔദ്യോഗിക വിഷയങ്ങളാൽ ഈ കേസിൻ്റെ വിധി പറയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വൈകിയതാണ്. അതേസമയം കേസിൽ പ്രതി ചേർക്കപ്പെട്ട 3 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ മെഹബൂബ്, P. സുനിൽ എന്നിവർ കോടതിയിൽ ഹാജരായി. TCV തൃശൂർ. കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. പുൽവാമയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധമുണ്ടെന്നും കോൺഗ്രസ് തന്നെ ഉപയോഗിച്ച് വലിച്ചെറിയുകയായിരുന്നുവെന്നും ടോം വടക്കൻ ആരോപിച്ചു. AICC മുൻ സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായിരുന്നു. തൃശൂർ സ്വദേശിയായ ടോം വടക്കൻ നേരത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചിരുന്നു. അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന CN ബാലകൃഷ്ണൻ ടോം വടക്കനെ പരാമർശിച്ച് നടത്തിയ കുറ്റിച്ചൂൽ പ്രയോഗം അക്കാലത്ത് ഏറെ വിവാദമായിരുന്നു. ടോം വടക്കൻ ബിജെപിയിൽ ചേർന്ന സാഹചര്യത്തിൽ സ്വന്തം തട്ടകമായ തൃശൂരിൽ ബിജെപിക്ക് വേണ്ടി മത്സരിക്കുമെന്ന് പ്രചരിക്കുന്നുണ്ടെങ്കിലും താൻ മത്സരരംഗത്തേക്കില്ലെന്ന് ടോം വടക്കൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി തൃശൂരിൽ നിന്നും മടങ്ങുമ്പോൾ ജില്ലയിൽ നിന്നുള്ള ദേശീയ നേതാവ് ബിജെപിയിൽ. തൃശൂരിലെ കോൺഗ്രസ് ക്യാമ്പിൽ ഞെട്ടൽ, ബിജെപിയിലും ആശങ്ക. കോൺഗ്രസിന്റെ വിജയത്തിന്റെ അനിവാര്യതയും ബിജെപിയുടെയും പ്രധാനമന്ത്രിയുടെയും ജനദ്രോഹ രാജ്യദ്രോഹ നടപടികളും വിശദീകരിച്ച് രാഹുൽ ഗാന്ധി മടങ്ങുമ്പോൾ ജില്ലയിൽ നിന്നുള്ള ദേശീയ നേതാവ് ബിജെപിയിൽ ചേർന്നത് കനത്ത തിരിച്ചടിയായി. തൃശൂർ സ്വദേശിയായ ടോം വടക്കന് ജില്ലയിൽ കാര്യമായ ബന്ധങ്ങളുണ്ട്. പാർട്ടി പ്രവർത്തകരിലും വടക്കൻ ഗ്രൂപ്പുകാർ ചിലരുണ്ടെന്നാണ് വിജയം പ്രതീക്ഷിക്കുന്ന തൃശൂരിലെ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. പാർട്ടിക്കകത്ത് ഏറെക്കാലമായി ഉണ്ടായ അതൃപ്തിയാണ് ടോം വടക്കനെ കോൺഗ്രസ് വിടാൻ പ്രേരിപ്പിച്ചതെന്ന വിവരം. ടോം വടക്കന്റെ നടപടിയിൽ ഞെട്ടൽ ഇനിയും വിട്ടുമാറാത്ത സ്ഥിതിയാണ്. അതേസമയം ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നത് ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം കേരളത്തിന് പുറത്താണ് അദ്ദേഹത്തിൻ്റെ പഠനവും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുമായി പ്രവർത്തകരുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. അതുകൊണ്ട് അദ്ദേഹം ബിജെപിയിൽ ചേർന്നതുകൊണ്ട് ഈ ജില്ലയിലെ സംഘടനാ സംവിധാനത്തിൽ ഒരു തരത്തിലും കോട്ടം സംഭവിക്കില്ല. ഒരാൾ പോലും അദ്ദേഹത്തോടൊപ്പം പോകാൻ സാധ്യതയുമില്ല. കേരളത്തിൽ മത്സരിക്കണമെന്ന താൽപര്യം പലതവണ പ്രകടിപ്പിച്ചിട്ടും നേതൃത്വം ചെവികൊണ്ടില്ലെന്ന വികാരമാണ് ടോം വടക്കന്റെ അതൃപ്തിക്ക് പിന്നിലെന്നാണ് സൂചന. അഖിലേന്ത്യാ വക്താവായി തുടരുമ്പോഴും കേരളത്തിൽ മത്സരിക്കണമെന്നായിരുന്നു ടോം വടക്കന്റെ ആഗ്രഹം. 2009 തെരഞ്ഞെടുപ്പിൽ ടോം വടക്കൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിലും വടക്കന്റെ പേര് സജീവമായി ഉണ്ടായിരുന്നു. ഇത്തവണയും പരിഗണിക്കുന്നില്ലെന്ന സാഹചര്യത്തിലാണ് ടോം വടക്കൻ കോൺഗ്രസ് വിടാൻ നിർബന്ധിതമായതെന്നാണ് സൂചന. ടോം വടക്കന്റെ വരവ് കേന്ദ്ര സംസ്ഥാന ബിജെപി നേതാക്കൾ നേട്ടമായി കരുതുമ്പോൾ ജില്ലയിൽ ബിജെപി കടുത്ത ആശങ്കയിലാണ്. ടോം വടക്കന്റെ വരവ് സീറ്റുകളിൽ തീരുമാനമാവാതിരിക്കുന്ന തൃശൂർ ചാലക്കുടിയിലെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാവുമെന്ന ആശങ്കയാണ് ജില്ലയിലെ ബിജെപി നേതൃത്വം. TCV ന്യൂസ് തൃശൂർ. ഇനിയൊരു ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര.
കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, വരന്തരപ്പള്ളി, കല്ലൂർ റൂട്ടുകളിലെ സ്വകാര്യ ബസ് ജീവനക്കാർ വെള്ളിയാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. പുതുക്കാട് സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾ കുടുങ്ങുന്നത് മൂലം ട്രിപ്പുകൾ മുടങ്ങുന്നതും ഗതാഗതക്കുരുക്കിൽ കിടന്ന സമയം ലാഭിക്കുന്നതിനായി മത്സരയോട്ടം നടത്തുന്നതും പതിവായിരുന്നു. സ്വകാര്യ ബസ്സുകൾക്ക് ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്കിന്റെ കാര്യം പരിഗണിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം മാറ്റിവെച്ചതെന്ന് ബസ് തൊഴിലാളികൾ അറിയിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് വിദ്യാർത്ഥിനി മരിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുള്ള റോഷിനിയാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ പെൺകുട്ടി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ചേരൂർ ഗാന്ധിനഗർ ശ്രീവത്സം വീട്ടിൽ വിദ്യാധരന്റെ മകളാണ് റോഷിനി. കോലടി ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ്. പേടിക്കാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് 12 സാരോപദേശങ്ങളുമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിയ്യൂരിൽ പരീക്ഷാപേടിയെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുന്ന നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയത്. പഠിച്ച കാര്യങ്ങൾ കൂടെ ഓർമ്മിക്കുകയും ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി ഹൃദ്യസ്ഥമാക്കുകയും വേണമെന്നാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. സ്വന്തം ഓർമ്മശക്തിയിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം അർത്ഥമറിഞ്ഞ് പഠിക്കുകയും വേണം. മുന്നറിവുമായി ബന്ധപ്പെടുത്തി യുക്തിപൂർവ്വം ആസ്വദിച്ചു പഠിക്കണമെന്നും കമ്മീഷണർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പേടിക്കാതെ പരീക്ഷയെ അഭിമുഖീകരിക്കുകയും ഓരോ പരീക്ഷയും നല്ല മനുഷ്യനാകാനുള്ള കടമ്പകളാണെന്ന തിരിച്ചറിവോടെ പരീക്ഷ എഴുതണമെന്നും വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് കമ്മീഷണർ. തങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മാറ്റളക്കാനുള്ള ഉപാധി മാത്രമാണെന്ന ബോധ്യത്തോടെ കോപ്പിയടിക്കാതെ പരീക്ഷകൾ എഴുതണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. പരീക്ഷയും വിജയശതമാനവും ജീവിതത്തിന്റെ അവസാന വാക്കല്ലെന്നും ജീവിതത്തെ സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാനുള്ള ആർജവമാണ് വിദ്യാഭ്യാസത്തിന്റെ ആകെത്തുകയെന്നും വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിക്കുന്നതാണ് കമ്മീഷണറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് TCV. കാട്ടൂർ മാർക്കറ്റിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പ് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. സ്വകാര്യ വ്യക്തി നടത്തിയിരുന്ന ക്യാമ്പാണ് അടപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ 40ഓളം തൊഴിലാളികളെയാണ് ഇവിടെ അനധികൃതമായി താമസിപ്പിച്ചിരുന്നത്. നേരത്തെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്യാമ്പ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചുവെങ്കിലും കെട്ടിട ഉടമ തയ്യാറായില്ല. വ്യാഴാഴ്ച ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി അനധികൃത ക്യാമ്പ് അടച്ചുപൂട്ടുകയും 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നോട്ടീസ് പതിക്കുകയും ചെയ്യുകയായിരുന്നു. സോളാർ ഇൻഡക്ഷൻ കുക്കർ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ 2 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗ്രീൻ ലൈൻ കമ്പനിയുടെ സ്റ്റാഫുകളാണെന്ന വ്യാജേന തൃശൂർ കോട്ടപ്പുറം സ്വദേശികളെയാണ് പ്രതികൾ തട്ടിപ്പിന് ഇരയാക്കിയത്. ചെറുതുരുത്തി സ്വദേശികളായ ചിറ്റാതയിൽ വീട്ടിൽ അബ്ബാസ്, പുത്തൻവീട്ടിൽ രാഹുൽ എന്നിവരെയാണ് വെസ്റ്റ് SI രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭീഷ്, ഷിബു, ഡൻസൺ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ ഉരുകുന്ന ഭൂമി. ജില്ല റെക്കോർഡ് ചൂടിലേക്ക്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 39.02 ഡിഗ്രി താപനില. ഈ സീസണിലെ ജില്ലയിലെ റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 24-ന് അനുഭവപ്പെട്ട 38.07 ഡിഗ്രിയാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള ഉയർന്ന താപനില. കഴിഞ്ഞ വർഷം മാർച്ച് 9-ന് 39 ഡിഗ്രി ചൂട് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു. 2017 മാർച്ചിൽ 39.08 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. SSLC പരീക്ഷ ആരംഭിച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് കനത്ത ചൂട് ഭീഷണിയായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. പരീക്ഷ ഉച്ചസമയമായതിനാൽ പൊള്ളുന്ന ചൂടിൽ സ്കൂളിലേക്ക് എത്തേണ്ട സ്ഥിതിയാണ് വിദ്യാർത്ഥികളെ ആശങ്കാകുലരാക്കുന്നത്. പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. പൊള്ളുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും സ്വീകരിച്ചിരുന്നു. തൃശൂരിന്റെ അയൽ ജില്ലയായ പാലക്കാട് 40 ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടക്കേ സ്റ്റാൻഡിന് സമീപം KSRTC ബസ് കാത്തുനിൽക്കുന്നവർ പൊരിവെയിലിൽ ദുരിതം പേറുകയാണെന്ന് പരാതി. വടക്കേ സ്റ്റാൻഡിന് സമീപം AG's ഓഫീസിനടുത്താണ് KSRTC ബസ് സ്റ്റോപ്പുള്ളത്. എന്നാൽ ഇവിടെ ബസ് ഷെൽട്ടർ ഇല്ലാത്തതാണ് ദുരിതമായി മാറുന്നത്. പൊള്ളുന്ന ചൂടിൽ ഉരുകിയൊലിച്ച് കാത്തുനിൽക്കുകയല്ലാതെ യാതൊരു ബദൽ മാർഗവുമില്ലാത്തതാണ് പരാതിക്കിടയാക്കുന്നത്. ചാലക്കുടി, പുതുക്കാട്, കൊടകര, ആമ്പലൂർ, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലേക്കുള്ള KSRTC സർവീസുകളാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. വെയിൽ കൊള്ളാതെ ബസ് കാത്തുനിൽക്കാനോ അല്പനേരം ഇരിക്കാനോ യാതൊരു സൗകര്യവും ഇവിടെയില്ല. സ്ത്രീകളും വയോധികരും രോഗികളുമെല്ലാമാണ് ഇതുമൂലം ഏറെ ദുരിതം പേറുന്നത്. കടുത്ത വേനൽക്കാലത്തെങ്കിലും ഇവിടെ താൽക്കാലിക ഷെൽട്ടർ ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.
കനത്ത ചൂടിനെ തുടർന്ന് കുടിവെള്ളം കിട്ടാക്കനിയായി ഏങ്ങണ്ടിയൂരിലെ തീരദേശവാസികൾ. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിനായി രാവും പകലും കാത്തിരിക്കേണ്ട ഗതികേടാണ് തീരദേശത്തെ കുടുംബങ്ങൾക്ക്. മഴ തിമിർത്തു പെയ്താലുണ്ടാകുന്ന കടൽക്ഷോഭവും കൊടും വേനലും തീരദേശവാസികൾക്ക് നൽകുന്നത് തീരാ ദുരിതമാണ്. കടൽക്ഷോഭത്തോടെ വീടും ഭൂമിയും നഷ്ടമായവർ ഇവിടെ നിരവധിയാണ്. ഏങ്ങണ്ടിയൂർ, ഏത്തായ, പൊക്കുളങ്ങര ബീച്ച് മേഖലകളിൽ ഉള്ളവരാണ് ഇതിൽ ഏറിയ പങ്കും. കഴിഞ്ഞ 4 വർഷമായി വേനലിലും മഴയിലും കുടിവെള്ളം കിട്ടാക്കനിയാണ് ഇവർക്ക്. കടൽക്ഷോഭം മൂലം തീരത്തേക്ക് ഒഴുകിയെത്തുന്ന കടൽവെള്ളം മൂലം ചാമ്പ് പൈപ്പ് അടക്കമുള്ള ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് മേഖലയിൽ അധികവും. മാസങ്ങളായി ശുദ്ധജലം പണം കൊടുത്ത് വാങ്ങുകയാണ് തീരദേശവാസികൾ. 300 രൂപയാണ് ഒരു ടാങ്ക് ശുദ്ധജലത്തിന്റെ വില. കുളിക്കാനായി ഉപ്പ് കലർന്ന വെള്ളം പോലും ഉപയോഗിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കരിവന്നൂരിൽ നിന്നുള്ള ശുദ്ധജല വിതരണം പലയിടത്തും തടസ്സപ്പെട്ടു. പൊക്കുളങ്ങര പാലത്തിന് സമീപം വരെ ചിലയിടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം ലഭിക്കും. ബീച്ച് പ്രദേശങ്ങളിൽ ചില ടാപ്പുകളിൽ കൂടി നൂല് കണക്കെയാണ് വെള്ളം വരിക. വെള്ളത്തിന്റെ ഒഴുക്കുമൂലം കാലപ്പഴക്കമുള്ള പൈപ്പ് തകരാതിരിക്കാൻ വാൽവ് പകുതി തുറക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. വെള്ളം വന്നാൽ പരമാവധി ശേഖരിക്കുകയാണ് പരിഹാരമാർഗമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും വ്യക്തമാക്കിയതോടെ കിട്ടാക്കനിക്ക് തുല്യമായി കുടിവെള്ളം. ആയിരംകണ്ണി, ചേറ്റുവക്കോട്ട പഠന പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം വ്യാപകമാണ്. വരൾച്ചയെ പ്രതിരോധിക്കാൻ പൊക്കുളങ്ങര ബീച്ച് ഉൾപ്പെടുന്ന 11-ാം വാർഡിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചെങ്കിലും വിജയം കണ്ടില്ല. 4 ടാപ്പുകൾ സ്ഥാപിച്ച 5000 ലിറ്റർ സംഭരണശേഷിയുള്ള കിയോസ്കെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ ദാഹജലം അകറ്റാനെങ്കിലും ഉപകരിക്കുമായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പക്ഷം. TCV ന്യൂസ്, തൃപ്രയാർ. കനത്ത ചൂടിനൊപ്പം പരീക്ഷാ ചൂടിലും വെന്തുരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു SSLC മലയാളം പരീക്ഷകൾ. ആദ്യ ദിനത്തിലെ മലയാളം 1-ാം പേപ്പറിനെ പോലെ തന്നെ 2-ാം ദിനത്തിലെ മലയാളം 2nd പേപ്പറും ലളിതമായിരുന്നുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. വരും ദിവസങ്ങളിലും മറ്റു പരീക്ഷകളും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കുന്നതാണ് ആദ്യ ദിനങ്ങളിലെ പരീക്ഷകളെന്നും തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ പറയുന്നു. കഴിഞ്ഞ പരീക്ഷയൊക്കെ എളുപ്പമായി തോന്നി. വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എളുപ്പമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എളുപ്പമുണ്ടായിരുന്നു. എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സമയം കിട്ടി. നല്ല എളുപ്പമായിരുന്നു. ആയിരിക്കും. ആവാം. ഇന്നലത്തെ എളുപ്പമായിരുന്നു. കുഴപ്പമില്ല, എളുപ്പം തന്നെയായിരുന്നു. തിങ്കളാഴ്ച ഫിസിക്സ് പരീക്ഷ നടക്കും. ചൂട് കണക്കിലെടുത്ത് ക്ലാസ് മുറികളിൽ കുടിവെള്ളം അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷകൾ നടക്കുന്നതിനിടെ നിരന്തരമായി വൈദ്യുതി തടസ്സപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ചാലക്കുടി നഗരത്തിലും സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലുമാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നത്. കൂടപ്പുഴ പ്രദേശത്ത് ബുധനാഴ്ച ഉച്ച മുതൽ രാത്രി 10 വരെ 20 തവണയെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടു. പരിയാരം പഞ്ചായത്തിലെ മോതിരക്കണ്ണിയിൽ 2 ആഴ്ചയായുള്ള വൈദ്യുതി പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ട്രാൻസ്ഫോർമറുകളിലെ തകരാറുകളും അമിത വോൾട്ടേജുമാണ് ഇപ്പോൾ പവർ ഹൗസ് നേരിടുന്ന പ്രശ്നം. വൈദ്യുതികളുടെ അമിത പ്രയോഗവും വിതരണത്തിലെ സുഗമമായ നടത്തിപ്പും ഇതിന് വിലങ്ങുതടിയാകുന്നു. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നവരുടെ അതിജീവനത്തിന് പുസ്തകങ്ങളുടെ നാട്ടിൽ പുത്തൻ പദ്ധതി. കഴിഞ്ഞ 39 വർഷമായി കുന്നംകുളം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ അധികൃതരുടെ നീണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണിത്. ഈ പുസ്തകങ്ങൾക്ക് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സാധാരണ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നതാണ് സർക്കാർ നയം. ഇത് പ്രാവർത്തികമല്ലെന്ന് കണ്ടാണ് ബാലസഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ എന്ന ആശയം ഉടലെടുത്തത്. 18 വയസ്സ് കഴിഞ്ഞ ഇത്തരം കുട്ടികളെ സാധാരണ രീതിയിൽ വീടുകളിലെ മുറിക്കുള്ളിൽ തളച്ചിടുകയാണ് പതിവ്. എന്നാൽ ഇവർക്ക് സ്വയം പ്രാപ്തരാകാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ ആരംഭിച്ച ബൈൻഡിംഗ് യൂണിറ്റ്. ഇവിടെ 18 പിന്നിട്ട ഒരു പറ്റം കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച പുസ്തകങ്ങൾ ഈ സീസണിൽ മാർക്കറ്റിലെത്തും. ഇവ വിറ്റുകിട്ടുന്ന പണമാണ് ഇവരുടെ വേതനം. വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കാൻ പ്രാപ്തമൊന്നുമല്ല ഇവരുടെ പ്രയത്നം. പക്ഷേ ഒന്നുമല്ലെന്ന് സമൂഹം വിധിയെഴുതിയ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ അതിജീവനമാണിത്. 200 പേജുള്ള വരയില്ലാത്ത പുസ്തകത്തിന് 50 രൂപയാണ് വിലയിട്ടിട്ടുള്ളത്. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അവ നിർമ്മിച്ചവരുടെ ഫോട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അകംചട്ടയിൽ അവരുടെ പ്രയത്നത്തിന്റെ കഥയും. ഇത് പുതിയൊരു ചരിത്രമാണ്. വിധിയെ പൊരുതി തോൽപ്പിച്ച ജന്മനാ വെല്ലുവിളികൾ നേരിടുന്ന ഒരു യുവതയുടെ യുദ്ധത്തിന്റെ ചരിത്രം. ഇത് ഒരുപക്ഷെ രാജ്യം മുഴുവൻ വ്യാപിച്ചേക്കാം. സ്വന്തം കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകാതിരുന്ന കുട്ടികളെ പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ തുടങ്ങിവെച്ച യുദ്ധത്തിന്റെ വിജയയാത്രയിലെ പുതിയ അധ്യായം. ഇത് വിജയം വരിക്കാൻ സന്മനസ്സുള്ളവർ ഒന്നിക്കണം. പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്നത് സാധാരണ മാർക്കറ്റിലൂടെയല്ല. ആവശ്യക്കാർക്ക് ചൈതന്യയിലെത്തി വാങ്ങാം.
അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ തപാലിലെത്തിക്കും. ഇത്തരത്തിൽ വിൽപ്പന നടന്നാൽ വരും വർഷങ്ങളിൽ പദ്ധതിയിലേക്ക് ഇത്തരം കുട്ടികളെ കൂടുതൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. TCV കുന്നംകുളം. ഇടവേള. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പൂരം എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയോടെ നടന്ന 14 ദേശക്കാരുടെ കാവടിയാട്ടം വർണ്ണശബളമായി. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ചശിവേലിയും ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ കുടമാറ്റവും ആവേശം വിതറുന്നതായി. ഇരുവിഭാഗങ്ങളിലും 9 ആനകൾ വീതം അണിനിരന്നു. ചെമ്പൂച്ചിറ ദേശത്തിനു വേണ്ടി പുതുപ്പള്ളി കേശവനും നൂലുവള്ളി ദേശത്തിനു വേണ്ടി തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും തിടംപേറ്റി. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും നൂലുവള്ളി ദേശത്തിന്റെ മേളത്തിന് ചേന്ദമംഗലം രഘുമാരാരും പ്രാമാണികരായി. പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും കലാമണ്ഡലം പ്രദീപും നേതൃത്വം നൽകി. വെടിക്കെട്ട്, ദീപാരാധന, നാഗസ്വര കച്ചേരി, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. നടൻ ഗിന്നസ് പക്രു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സംവിധായകൻ രാംദാസിനൊപ്പം വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് നട തുറന്ന ഉടനെയായിരുന്നു ദർശനം. ദർശനത്തിന് ശേഷം ഇരുവരും കപ്പലണ്ടി കൊണ്ട് തുലാഭാരം നടത്തി. രാംദാസ് സംവിധാനം ചെയ്യുന്ന ഇളയരാജ എന്ന സിനിമയിൽ പക്രു നായകവേഷത്തിലെത്തുന്നുണ്ട്. ഈ മാസം 22-ന് റിലീസാകുന്ന ചിത്രത്തിൽ കപ്പലണ്ടി കച്ചവടക്കാരനായാണ് പക്രു വേഷമിടുന്നത്. നർമ്മം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരത്തെ കാണാനും സെൽഫി എടുക്കാനും ആരാധകരുടെ തിരക്കായിരുന്നു. കാലത്തിനനുസരിച്ച് രൂപം മാറുകയാണ് തഴപ്പായ. ഒരു കാലത്ത് വിപണിയിലെ മത്സരവും അസംസ്കൃത വസ്തുവിന്റെ ലഭ്യതക്കുറവ് മൂലം പിന്നാക്കം പോയ തഴപ്പായ അഴകുകൂട്ടി കൂടുതൽ ജനപ്രിയമാവുകയാണ്. അരികുകളിൽ നിറമുള്ള കര തയ്ച്ചു പിടിപ്പിച്ച പായയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുക വഴി വിപണിയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ പറയുന്നു. ആവശ്യക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇത് പോകുന്നുണ്ട്. പിന്നെ വടക്കോട്ടായിട്ട് പിന്നെ വടകര, കണ്ണൂർ വരെയും പോകുന്നുണ്ട്. തഴ കിട്ടാത്തതിന്റെ പേരിൽ ഇതിപ്പോ ചുരുങ്ങി വരികയാണ്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇത്തരം പായകൾക്ക് ആവശ്യക്കാരുണ്ട്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകൾ ഭംഗി കൂട്ടി വിപണിയിലെത്തിക്കുമ്പോൾ കൂടുതൽ വിലയും ലഭിക്കും. ഗുണമേന്മ ഏറെയുള്ള പഴയ മെത്തപ്പായയോടുള്ള സാമ്യതയാണ് രൂപമാറ്റത്തിലൂടെ തഴപ്പായയ്ക്ക് ലഭിക്കുന്നത്. എന്നാൽ പായ നെയ്യാൻ ഉപയോഗിക്കുന്ന തഴയുടെ ലഭ്യതക്കുറവ് ഈ തൊഴിലിന് ഭീഷണിയാകുന്നുണ്ട്. എങ്കിൽ പോലും കിടക്കയും പ്ലാസ്റ്റിക് പായയും കടന്നു വന്നതോടെ ആവശ്യക്കാർ കുറഞ്ഞ തഴപ്പായ അഴക് വർദ്ധിപ്പിച്ച് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. TCV കൊടുങ്ങല്ലൂർ. വിശ്രമ ജീവിതത്തിലും പെയിന്റിംഗിന്റെ ലോകത്ത് സജീവ സാന്നിധ്യമായ PS ദാസിന്റെ പെയിന്റിംഗ് എക്സിബിഷന് തുടക്കമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്ര പ്രദർശനത്തിൽ PS ദാസിന്റെ വ്യത്യസ്തങ്ങളായ 37 പെയിന്റിംഗുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഭാര്യ ഷീലാദാസ് ഒരുക്കിയ 3 കലാസൃഷ്ടികളും എക്സിബിഷനിലുണ്ട്. മുംബൈയിലും സൗദി അറേബ്യയിലുമെല്ലാം പരസ്യചിത്ര രംഗത്തും മറ്റ് കലാരംഗത്തും പ്രവർത്തിച്ച ശേഷം തൃശൂരിൽ തിരിച്ചെത്തി വിശ്രമജീവിതം നയിക്കുമ്പോഴും കലാപ്രവർത്തനങ്ങൾ തുടരുകയാണ് PS ദാസ്. അക്രിലിക്കിലും ഓയിൽ പെയിന്റിംഗിലും തീർത്ത വിവിധങ്ങളായ ചിത്രങ്ങളും ഒപ്പം ചാർക്കോൾ സ്കെച്ചിങ്ങിലൂടെ തീർത്ത നിരവധി പ്രമുഖരുടെ മുഖചിത്രങ്ങളും പ്രദർശനത്തിന്റെ ആകർഷണീയതയാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മനോഹരമായ ചിത്രവും
PS ദാസിന്റെ ചിത്രപ്രദർശനത്തിന്റെ ആകർഷണമാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവിടെ വെച്ചു തന്നെ ക്യാൻവാസിൽ പകർത്തിയ വിവിധ പ്രദേശങ്ങളുടെ ചിത്രങ്ങളും ഏവരെയും ആകർഷിക്കും. ലളിതകലാ അക്കാദമി സെക്രട്ടറി പുന്യം ചന്ദ്രൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 17-ന് പ്രദർശനം സമാപിക്കും. TCV തൃശൂർ. കളക്ടറേറ്റ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃശൂർ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തത്. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ചു വെക്കുന്നതിനു വേണ്ടി പുതിയതായി നിർമ്മിച്ച പഴുക്ക മണ്ഡപത്തിന്റെ നിർമ്മാണം പാവർട്ടിയിൽ പൂർത്തിയായി. പൂർണ്ണമായും വരിക്കപ്പളവിലാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 198 സെന്റിമീറ്റർ ഉയരവും 102 സെന്റിമീറ്റർ വീതിയും ഇതിനുണ്ട്. ശില്പി നന്ദൻ എളവള്ളിയാണ് മണ്ഡപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജേഷ് കടവല്ലൂർ, നവീൻ, മണി, ഷാജി കുമ്പളം, രവീന്ദ്രൻ എന്നിവരും നിർമ്മാണത്തിൽ പങ്കാളികളായി. മരത്തിൽ നിർമ്മിച്ച മണ്ഡപത്തെ പിച്ചളയും ചെമ്പും പൊതിഞ്ഞ് മനോഹരമാക്കിയത് മാന്നാർ സ്വദേശി അനന്തനാചാരിയാണ്. തമിഴ്നാട് സ്വദേശി വൈദ്യനാഥൻ എന്ന ഭക്തനാണ് പഴുക്കാമണ്ഡപം വഴിപാടായി ഭഗവാന് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ചതും നന്ദൻ എളവള്ളിയാണ്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. CPM തൃശൂർ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനും യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പാർലമെന്ററി പാർട്ടി യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. മലപ്പാട് കോതകുളത്ത് മധ്യവയസ്കനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പാട് തട്ടിൽമണ്ടി ഔസേപ്പ് മകൻ 58 വയസ്സുള്ള മൈക്കിളാണ് മരിച്ചത്. ഇയാൾ കഴിഞ്ഞ 1 വർഷമായി താമസിച്ചിരുന്ന കോതകുളം ബീച്ച് റോഡിലെ ഫ്ളാറ്റിൽ വൈകിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. രൂക്ഷഗന്ധത്തെ തുടർന്ന് സമീപത്തെ മുറിയിൽ താമസിച്ചിരുന്നയാൾ ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. മലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂർ നെടുമ്പുര സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഇസ്മയിലിനെയാണ് കൈപ്പമംഗലം SI റിയാസ് ചാക്കിരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. 10ഉം 11ഉം വയസ്സുള്ള 4 കുട്ടികളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ASI അബ്ദുൽ ലത്തീഫ്, സീനിയർ CPOമാരായ സജിബാൽ, സുരേന്ദ്രൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മോദി കേൾക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. UPA സർക്കാർ അധികാരത്തിലെത്തിയാൽ ഫിഷറീസ് മന്ത്രാലയം ആരംഭിക്കുമെന്നും GST പുനഃക്രമീകരിക്കുമെന്നും രാഹുൽ. CPM പ്രവർത്തകൻ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം. മായനൂർക്കാവ് മൂത്തയെടുത്ത് പ്രഭാകരനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ്. കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ BJPയിൽ ചേർന്നു. പുൽവാമയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചെന്ന ടോം വടക്കൻ കോൺഗ്രസ് ക്യാമ്പിൽ ഞെട്ടൽ. ജില്ല റെക്കോർഡ് ചൂടിലേക്ക്. തീരദേശ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി കൊടും ചൂട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.